അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങിയെന്നുള്ള വാർത്ത വരുന്നു. എണ്ണപ്പനത്തോട്ടത്തിലാണ് 5 ആനകൾ ഇറങ്ങിയത്. തോട്ടത്തിൽ നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടത്തെ ഒടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി തുരത്തി. ജെയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. ജെയ്സൺ, കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണങ്ങൾ പതിവാകുന്ന ഒരു മേഖല കൂടിയാണ്. ഇന്ന് ഇപ്പോൾ അവിടെ എത്ര നേരം കാട്ടാനക്കൂട്ടം നിന്നു? സുജിയ, തീർച്ചയായും അതിരപ്പള്ളി വാഴച്ചാൽ വനമേഖലയിലും അതുപോലെ തന്നെ ജനവാസ മേഖലകളിലും സംസ്ഥാന പാതയിലും നിരന്തരമായി കാട്ടാനകളുടെ സാന്നിധ്യവും ആക്രമണവും സ്ഥിരമായി നിന്നിട്ട് വർഷങ്ങളായി, കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇതിൻ്റെ തീവ്രത വർദ്ധിച്ചു വരികയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും കാട്ടാന ഇറങ്ങുകയും എണ്ണപ്പനത്തോട്ടത്തിലെല്ലാം പ്രത്യേകിച്ച് ഇറങ്ങുന്നത്. കാരണം പ്രത്യേകിച്ച് എണ്ണപ്പനയൊക്കെ മറിച്ചിട്ട് അതിൽ നിന്ന് എണ്ണക്കുരുവൊക്കെ കഴിക്കുക എന്നതാണ് പ്രധാനമായും ആ കാട്ടാനക്കൂട്ടത്തെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന പ്രധാന ഘടകം. ഇത്തരത്തിൽ ഇന്ന് രാവിലെയും മണിക്കൂറുകളോളം തന്നെ എണ്ണപ്പനത്തോട്ടം കേന്ദ്രീകരിച്ച് സംസ്ഥാന പാതയുടെ അരികത്തോട് തന്നെയാണ് ഈ എണ്ണപ്പനത്തോട്ടം. അവിടെ കേന്ദ്രീകരിച്ച് 5 കാട്ടാനകളാണ് നിലയുറപ്പിച്ചത്. മണിക്കൂറുകളെടുത്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവയെ തുരത്തുന്ന സാഹചര്യമുണ്ടായത്. ഇത്തരത്തിലുള്ള ഒരു നിരന്തരമായ പ്രശ്നങ്ങൾ, അവിടുത്തെ റേഷൻ കട തകർക്കുക, ആളുകളെ ലയങ്ങൾ തകർക്കുക, ഇതൊക്കെയും അവിടുത്തെ കാട്ടാനകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇന്നും ആവർത്തിച്ചിരിക്കുന്നു. ഈ മേഖലയിൽ അതീവ ജാഗ്രത വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. ഈ പ്രദേശത്തോട് സന്ധ്യയ്ക്ക് പോകുമ്പോൾ പട്ടാപ്പകൽ പോലും റോഡരികുകളിലും റോഡിലും കാട്ടാനകളെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. സുജയ. ഓക്കെ, ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.